ശ്രീമാത്രേ നമഃ. കദംബമഞ്ജരി ക്ലപ്തകർണപൂര മനോഹര. ദേവിയുടെ ചെവിയിൽ കദംബ പുഷ്പങ്ങൾ അഥവാ കായാമ്പൂ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ പുഷ്പം ദേവിയുടെ ഗൃഹത്തിന് ചുറ്റും വളരുന്നതാണ് എന്നാണ് ശ്രീപുര വർണ്ണനയിൽ പറയുന്നത്. അപ്പോൾ ദേവിയുടെ വീട്ടുമുറ്റത്തുള്ളതാണ് ഈ കദംബ പുഷ്പം. ദേവിയുടെ ചെവിക്ക് മനോഹാരിത കൂട്ടാനായിട്ട് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. ദേവിയുടെ രണ്ടു കാതുകളിൽ രണ്ടു തോടകൾ ഉണ്ട്. വലത്തെ തോട സൂര്യനും ഇടത്തെ തോട ചന്ദ്രനും. കാതുകളെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് ദേവിയുടെ ഈ രണ്ടു തോടകളാണ്. ദേവിയുടെ കാതുകളിലെ ഒന്ന് പകലും മറ്റേത് രാത്രിയുമാണ്. രാത്രിയും പകലും ദേവിയുടെ കർണങ്ങളിലെ അലങ്കാരമാണ്. ദേവിയുടെ കർണങ്ങൾ അതിപ്രഭാപൂരമാണ്. ദേവിയുടെ ഈ വർണ്ണനകളെല്ലാം കേട്ട് ദേവിയെ ഒന്ന് മനസ്സിൽ കണ്ടാൽ ആദ്യം വരുന്ന അനുഭവം നിറമായിരിക്കും. പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂഹു നവവിദ്രുമ ബിംബശ്രീ നെക്കാരി രതനച്ഛത. ദേവിയുടെ മൂക്ക് കഴിഞ്ഞു, കാത് കഴിഞ്ഞു, ഇനി വരുന്നത് ദേവിയുടെ കവിളുകളാണ്. ഈ കവിൾത്തടം കണ്ടാൽ പത്മരാഗശിലയുടെ മിനുസം നാണിച്ചു പോകുന്ന അത്രയും മിനുസം. ദേവിയുടെ കവിൾത്തടത്തിലെ മിനുസം പത്മരാഗശിലയുടെ മിനുസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. പത്മരാഗശിലയ്ക്ക് ചുമപ്പ് നിറം, ദേവിയുടെ കവിളിനും ചുമപ്പ് നിറം. നവവിദ്രുമ ബിംബശ്രീ നെക്കാരി രതനച്ഛത. ദേവിയുടെ ചുണ്ടുകളാണിനി വർണ്ണിക്കാൻ പോകുന്നത്. ചുണ്ടുകളോ തൊണ്ടിപ്പഴത്തെപ്പോലെ തൊടുത്തിരിക്കുകയും നവവിദ്രുമം പുതിയതായിട്ടുണ്ടായിട്ടുള്ള പവിഴപ്പുറ്റിൻ്റെ നിറത്തോടു കൂടിയ കവിൾ. പവിഴം കഠിനമാണെങ്കിൽ ചെന്തൊണ്ടിപ്പഴം മൃദുലമാണ്. അപ്പോൾ ദേവിയുടെ ചുണ്ടുകൾക്ക് പവിഴത്തിൻ്റെ നിറവും തൊണ്ടിപ്പഴത്തിൻ്റെ മൃദുത്വവും. അത്രയും മൃദുവും മനോഹരവുമായിട്ടുള്ള ചുണ്ടുകളോട് കൂടിയവൾ. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ദേവിയുടെ പല്ലുകൾ കാണാം. ഈ ചുണ്ടുകൾക്കിടയിലൂടെ ദേവിയുടെ അതിമനോഹരമായ പല്ലുകൾ. കാരണം ദേവി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ എപ്പോഴും ഈ ദേവി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥിക്കും. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും പ്രാർത്ഥനാ നിരതമാകുന്ന സമയമാണ് സന്ധ്യ. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്ത ലോകങ്ങളിലുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും അവരവരുടേതായിട്ടുള്ള സന്ധ്യകളിൽ പ്രാർത്ഥനാ നിരതരാകും. നമ്മളൊക്കെ സന്ധ്യാസമയത്ത് ദീപാരാധനാ സമയത്ത് എന്താ പ്രാർത്ഥിക്കുക? ലൗകികമായ കാര്യം.